ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ ഒന്നിങ്ങനെ കട്ട് പീസാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ പേസ്റ്റ് ആക്കില്ലല്ലോ, അപ്പോൾ പെട്ടെന്നൊന്ന് ചതഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് മസാല ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ പെപ്പർ ചില്ലി ചിക്കൻ്റെ മസാലയും കൂടി ഇട്ടുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ആ ഉള്ളിയുടെ മിക്സ് ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് നമുക്കിതൊന്ന് മസാല നല്ലപോലെ ചിക്കനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ മസാല ഒന്നും ഞാൻ ആഡ് ആക്കുന്നില്ല കേട്ടോ. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ചിക്കന് നല്ലപോലെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഉള്ളിയുടെ ബാക്കി ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നൊരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ മിക്സ് നല്ലപോലെ ഒന്ന് വാടി കിട്ടണ്ട കേട്ടോ. കുറച്ചൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചപ്പോൾ അതിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒത്തിരി ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഈ ഒരു ഉള്ളിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഗ്രേവിയൊക്കെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ അതാ തിക്കായിട്ട് ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഈ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലും തിക്കാക്കണമെങ്കിൽ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.